ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്ന് കണ്ടമാനം പണിയുള്ളൊരു ദിവസമാണ്. ഇവിടെ കുറച്ച് മരാമത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല ഇന്ന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളത്. അതെന്താണെന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റു ഞാൻ. കാരണം പണിക്കാർ വരണതിന് മുമ്പ് നമ്മളൊന്ന് സെറ്റാവാണ്ട്. പട്ടിക്കൂടിൻ്റെ അവിടെ പൊളിച്ചിട്ടുണ്ട്. കിണറാണിന്ന് വൃത്തിയാക്കുന്നത്. കിണറിൻ്റെ ആ പരിസരത്തുള്ള പൈപ്പുകളിലൊക്കെ നമ്മൾ ലോഷൻ ഒഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അറിയാലോ, പട്ടികൾ അവിടെയാണ് കിടക്കാറ്. അപ്പോൾ അവരെ മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഫസ്റ്റ് ജോലി. അപ്പോൾ അത് നമ്മളുടെ അപ്പുറത്ത് ജെസ്സിയുടെ വീട്ടിൽ പട്ടിക്കൂട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഡാഡി ഇന്നലെ തന്നെ ചോദിച്ചായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, അവിടെ ഒരു അച്ഛനും അമ്മയും മോനാണ് താമസിക്കുന്നത്, ഒരു കുഴപ്പമില്ല, ഞങ്ങളെ അവിടെ കൊണ്ടുവന്നിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവരെ അവിടേക്കാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കൊതറി ചാടി പോകാറാണ് പതിവ്. പക്ഷേ ഒരു പ്രശ്നമില്ല, അവർക്ക് മനസ്സിലായി ഇന്നിവിടെ. അപ്പോൾ അവരെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും പട്ടിയല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ ഇതുപോലെ മനസ്സിലാക്കാനും നമ്മളെ മനസ്സിലാക്കാനും എന്താ പറയുക, നന്ദിയോടെ ഓരോന്ന് കാണിക്കാനും അവരോളം വേറെ ആരുമില്ല കേട്ടോ. കാരണം ചിലർ വിചാരിക്കും ഒരു പട്ടിയെക്കുറിച്ചാണോ ഈ പറയണതെന്ന്. പട്ടികളെന്ന് പറയുമ്പോൾ എന്താ പറയുക, എനിക്കറിയില്ല എങ്ങനെ പറയാൻ. അത്രയും എന്താ പറയുക, മനസ്സിലാക്കി നിൽക്കുന്ന ഒരു 3 പട്ടികളാണ് എൻ്റെ. ഇതിപ്പോൾ ഇവിടെ കിയ ആദ്യം കൊണ്ടുപോയി ഇത് ചിന്തുവിനെ കേട്ടോ. അപ്പോൾ ചിന്തു ഒരു പ്രശ്നമില്ലാണ്ട് പോയി. അപ്പോൾ മഴയുള്ള കാരണം ഡോൺ കുട ചൂടിയിട്ടാണ് പോയത്. അപ്പോൾ പിള്ളേർ കളിയാക്കായിരുന്നു, ഈ അമ്പ് കൊണ്ടുപോകണ പോലെ ഇങ്ങനെ എന്താ പറയുക, കുടയും ചൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിവിടെ നിന്ന് എടുക്കുമ്പോഴേ പറഞ്ഞു, നല്ല കുട്ടികളായിട്ടിരിക്കണം, അവിടെ പോയിട്ട് കിടക്കണം, പാലും ഇറച്ചിയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരും, ഡാഡി വരും ഇടയ്ക്ക്. അപ്പോൾ എനിക്കിവിടെ നിന്ന് ഒച്ച കേട്ടാൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് സ്പോട്ട് കാണിച്ചു തരാം. അതായത് നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയി ആ വഴി പോയി, അതായത് നമ്മളുടെ മതിലിൻ്റെ തൊട്ടപ്പുറത്താണ്, പക്ഷേ അതിലെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെ വളഞ്ഞു പോകണം. അങ്ങനെ 3 ആളെയും 3 പ്രാവശ്യമായിട്ട് ഡാഡിയും ഡോണും കൂടി കൊണ്ടുവന്നാക്കി കൂട്ടിൽ ഭദ്രമായിട്ട് ആക്കിയിട്ടോ. കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത്. അവർക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് സ്ഥിരം കാണുന്നവർക്ക് അറിയാം അവരുടെ ദിനചര്യ. ഈ സമയത്ത് വെള്ളമാണ് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കണ്ടോ, എനിക്ക് ഇതിൽ കൂടെ കാണാവുന്നതുള്ളൂ, പക്ഷേ പോകുമ്പോൾ അപ്പുറത്ത് കൂടെ പോകണം. അപ്പോൾ ഇതിൽ കൂടെ ഞാൻ വിളിച്ച് ചോട്ടു, ചിന്തു, കിയ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അവർ ഒന്ന് കുരയ്ക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ ചിന്തു വേണ്ട, ചോട്ടു വേണ്ട, കിയ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അപ്പം അവർ കുരയൊക്കെ നിർത്തും. അവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കണേന്നുള്ളത്. അങ്ങനെ എന്താ പറയുക, കണ്ട എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം, പക്ഷേ പോകുമ്പോൾ അടുത്തിലേ വളഞ്ഞു പോകണമെന്ന് മാത്രം. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഒരു വീട്ടിൽ അവർ സമ്മതിച്ചത് കൊണ്ട്. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ വർക്ക് ഏരിയയിൽ ഇട്ടിട്ടോ, ടെറസിൻ്റെ മുകളിലെന്ന് പറഞ്ഞാലും അവർ ചാടും. പ്രത്യേകിച്ച് ക്രിക്കിയ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പട്ടിയാണ് അവൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് ബാത്റൂമിലെ അപ്പിയിടുള്ളൂ, മൂത്രമൊഴിക്കുള്ളൂ, അങ്ങനെ അവർ ട്രെയിൻ ചെയ്ത് മറ്റേ സൗമ്യയും സാഗറും ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുള്ളത്. അവൾ മോളിൽ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് ചാടുമായിരുന്നു. അങ്ങനെയുള്ള ഒരുത്തിയാണ് കേട്ടോ അവൾ. എ സിയിലേക്ക് എടുക്കുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടത്തോടു കൂടി ചേർന്ന് നമ്മളുടേതായ രീതിയിലാണ് ഇപ്പോൾ അവളുടെ ലൈഫ്. അപ്പോൾ ഇവിടെ എന്തായാലും പൈപ്പുകളും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കുഴിച്ച നിലയ്ക്ക് നമുക്ക് എല്ലായിടത്തും നമ്മളുടെ ലോഷനും ഇട്ട് വല്ല പൈപ്പ് ലീക്ക് ഉണ്ടോ, ഇപ്പോൾ 10 വർഷമായല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീർത്ത് റെഡിയാക്കാനുള്ള ഒരു പുറപ്പാടാണ്. അപ്പോൾ പട്ടിക്കൂട് ഈ പരിവാണ്. അതുകൊണ്ടാണ് നമുക്ക് അവരെ ഇവിടെ നിർത്താൻ പറ്റാത്തത്. അപ്പോൾ കിണറും ഫുൾ ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിറച്ച് മരങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 വർഷമായി അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ട്. എല്ലാ വർഷവും നമ്മൾ ചെയ്യണതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്കതിനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ചില സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടു, അല്ലെങ്കിൽ സാഹചര്യം ശരിയാവാണ്ടാകുമ്പോൾ നമ്മൾ ഇട്ട് കളയുമല്ലോ. അതുകൊണ്ട് തന്നെ ആ സൈഡ് മൊത്തം എന്താ പറയുക, അലങ്കോലപ്പെട്ട് കിടക്കായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽ പെടാണ്ട്. നിങ്ങൾക്കറിയാം 24 മണിക്കൂറും എന്തെങ്കിലുമൊക്കെ തിക്കും തിരക്കും ഉള്ള ഒരു സമയമായിരുന്നു നമ്മൾക്ക് ഈ കഴിഞ്ഞ 2 വർഷം. ശരിക്കും പാച്ചുവിൻ്റെ പ്രസവത്തിന് ശേഷം എന്ന് തന്നെ പറയാം. ഡിമ്പിളുടെ പ്രഗ്നൻസിക്ക് ശേഷം നമുക്ക് ഒരു എന്താ പറയുക, ബാക്ക് ടു ബാക്ക് ഓരോ കാര്യങ്ങളായിരുന്നു. ആദ്യം തോമു വന്നു, അത് കഴിഞ്ഞ് പാച്ചു വന്നു, അത് കഴിഞ്ഞ് ഇതേ ചാക്കോച്ചൻ വന്നു. അപ്പോൾ ഒന്നിനും നമ്മൾക്ക് നേരം ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കായാലും എനിക്കായാലും ഡാഡിക്കായാലും ഒന്നിനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പിന്നാക്കായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള ഇന്ന് ലോലിപോപ്പ് വേണം എന്ന് പറഞ്ഞു ഇവിടെ തോമു. അപ്പോൾ അതിന് ഓച്ചു രാവിലെ എണീറ്റ് ലോലിപോപ്പ് ഉണ്ടാക്കുകയാണ്. ചാക്കോച്ചനെ ഞങ്ങൾ അക്കീൻ്റെ അവിടെ കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൊടിയിൽ കുട്ടികൾ നിന്നാൽ ശരിയാവില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കറണ്ട് മറ്റേ മെയിൻ ഇത് ഓഫ് ചെയ്യും,
പിന്നെ മോട്ടർ ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആരും അകത്തിരിക്കാണ്ടിരിക്കുകയാണ് ബുദ്ധി. പിന്നെ എന്നെയും ഡാഡിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ടായേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഡാഡി ഡോണും ഡിവൈനും കുട്ടികളെയും കൊണ്ട് പോകണം. അപ്പോൾ ആദ്യം ചാക്കോച്ചനെ കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ തോമുനെയും പാച്ചുവിനെയും പ്ലേ സ്കൂളിലേക്ക് ആക്കാനാണ് പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഓടും, ചെറിയ മഴ ചാറുണ്ട്. അപ്പോൾ വണ്ടി തിരിക്കണ സമയം കൊണ്ട് ഓച്ചും പാച്ചും കൂടി ഓടുകയാണ്. അങ്ങനെ അവനെ കയറ്റി അവർ ആക്കിയിട്ട് അവിടെ ചാക്കോച്ചനെ ആക്കിയിട്ട് രണ്ടുപേരെയും കൂടി പ്ലേ സ്കൂളിലാക്കി തിരിച്ച് ഡിവൈനെ കൊണ്ടുവന്നാക്കുകയും ചെയ്ത ഡോൺ കേട്ടോ. അങ്ങനെ ഡിവൈൻ ഇവിടെ ഇറങ്ങിയിട്ടാണ്, കുട്ടികളെയും കൊണ്ടാണ് ഡോൺ പോയത്. പിന്നെ ആ വഴിക്ക് അങ്ങനെ ഹബ്ബിൽ പോവുക ചെയ്ത്. അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളേരെ ഒരു മിന്നായം പോലെ കണ്ടു എന്നുള്ളൂ. കാരണം ഞാൻ പണിക്കാരുടെ കൂടെയായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മളുടെ പണിക്കാരെന്ന് പറഞ്ഞാൽ ഇന്നലെ ശരിക്കും 3 പേരാണ് വന്നത്. ഇന്ന് ശരിക്കും 5 പേരുണ്ടായിരുന്നു കേട്ടോ. ഒരു കിണറിൻ്റെ മെയിൻ ആൾ, കിണർ പണിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റേതായ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ ഒരാളും പിന്നെ 4 ആൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു. കാരണം ആ സൈഡും ആക്കണം. നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വൈകിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒറ്റ പണിക്ക് അതങ്ങോട്ട് കഴിച്ചു വെച്ചാൽ ആ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ പറയുക, ഫുള്ള് മൊത്തം എന്താ പറയുക, മണ്ണും മെറ്റലും ഇഷ്ടികയും അങ്ങനെ മൊത്തം ഉള്ള പണികളാണ്. കാരണം കുറച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഭാഗം കുറച്ചും കൂടിയും ക്ലിയറാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ വെച്ച് നമ്മുടെ വേസ്റ്റ് ബിൻ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാരം വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പുറത്തേക്ക് എടുത്തിടണം. കിണർ കംപ്ലീറ്റ് ക്ലീനായി കേട്ടോ. ഫുൾ മരങ്ങളായിരുന്നു. അതായത് മരങ്ങൾ ശരിക്കും വേരുറച്ച് നല്ലോണം പറിച്ചെടുത്ത് കളയേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം വെള്ളം ഒന്ന് വറ്റിച്ചു. കാരണം കുറച്ച് നാളായിട്ടുണ്ടല്ലോ, വെള്ളം ഒന്ന് വറ്റിച്ചു. അങ്ങനെ ഇവർക്കുള്ള ചായയും പലഹാരവും സംഭവം നമ്മൾ 10 മണിയാകുമ്പോൾ ഒരു ചായയും കടിയും അത് എവിടെ വന്നാലും നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും കൊടുക്കുന്നതാണ്. പിന്നെ വൈകിട്ട് അപ്പോൾ ഈ പണിക്കാരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ അവരോട് തന്നെ പറഞ്ഞു. നമ്മളൊരിക്കലും അവരോട് തന്നെ നല്ലതും മോശവും പറയില്ല. പക്ഷേ അവരോട് തന്നെ ഞാൻ പറഞ്ഞു, നല്ല എന്താ പറയുക, നമുക്കൊന്നും അറിയണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നലെയും പറഞ്ഞില്ല, അതിൻ്റേതായ ഭംഗിയിൽ നോക്കുന്ന ഒരു ടീം, ഒക്കെ ബന്ധുക്കളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ലൊരു ടീമാണ് കേട്ടോ. ഇവർ 5 പേര് വന്നവരും അതെ, നല്ല ടീം, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ പിള്ളേർസിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്തോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, അവർക്കും ഈ പൊടിയും കാര്യങ്ങളും പറ്റുകയെന്നല്ലാണ്ട്. അപ്പോൾ അവർക്കാന്ന് വെച്ചാൽ നമ്മളുടെ കുറച്ച് കല്യാണ പർച്ചേസിങ്, ക്രിസ്മസിൻ്റെ പർച്ചേസിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോന്ന്. അപ്പോൾ ഈ അക്ക വിചാരിച്ചു എൻ്റെ മകൾ ഡിവൈനാന്ന്. ഡിംപിളിനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിംപിളി പറഞ്ഞ പോലെ എന്താ പറയുക, അടുക്കളയിലായിരുന്നല്ലോ രാവിലെ കിച്ചണിൽ കുട്ടികളെ വിടേണ്ട കാര്യത്തിന്. ഡിവൈനാന്ന് വെച്ചാൽ ഈ തമിഴന്മാരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഡിവൈന് കുറച്ച് തമിഴ് പേശാലോ എന്ന് വിചാരിച്ചിട്ട്. ഡിവൈൻ ഞാൻ പറഞ്ഞിട്ടില്ലേ തമിഴ്നാട്ടിലാണ് കുറച്ച് കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴിനോട് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അങ്ങനെ ഡാഡിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു റെസ്റ്റും ഉണ്ടായിട്ടില്ല. വറ്റിക്കേണ്ട മോട്ടർ, അതിൻ്റെ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ പകുതിയുള്ളപ്പോൾ അടുത്ത കൊണ്ടുവരാൻ പോലെ ഡാഡി ഓടി ഒരു വിധമായി. ഞാൻ പറഞ്ഞു അധികം വല്ലാണ്ടുള്ള ഓട്ടം ബഹളമൊന്നും വേണ്ട, ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു. കാരണം അറിയാലോ നമ്മളുടെ എന്താ പറയുക, ഒരു വയറുവേദനയും കാര്യങ്ങളും ഒക്കെ വന്ന് പിന്നെ പ്രായവും മാറി തുടങ്ങിയില്ലേ, 60+ ആയി. അപ്പോൾ അതിൻ്റേതായ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ കുറേയൊക്കെ നോക്കണ്ടേ എന്ന് പറഞ്ഞു. പിന്നെ ഡോണി പല്ലെടുത്തതിൻ്റെ നീരും കാര്യങ്ങളും, പിന്നെ അവന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടും ശീലമില്ല. ഒക്കെ നമ്മൾ ഡാഡിയും ഞാനും കൂടി ചെയ്ത് കുട്ടികൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ നമുക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സുബ്രഹ്മണ്യം, പിന്നെ തങ്കമണി, പിന്നെ റാം കെ, പിന്നെ നമ്മുടെ മഞ്ജുള, പിന്നെ മറ്റേ കിണർ വൃത്തിയാക്കണ ആളുടെ പേര് ഞാൻ വിട്ടുപോയിട്ട് ആൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോയി. ഇത് നോക്കി നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ പോരാത്ത കാറ്റ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് കറണ്ടും ഇല്ല വെള്ളവും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്ത് പതുക്കെ അതൊക്കെ അതാത് സ്ഥാനങ്ങളിൽ മടക്കി വെച്ചു. അങ്ങനെ നോക്കി വന്നപ്പോഴേക്കും സമയം 1 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഡാഡി അവർ ഊണ് കഴിക്കാനായിട്ട് നിന്നു. അവരങ്ങനെ സമയം നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ. ചിലരുണ്ട് ഇത്ര സമയമാകുമ്പോൾ കൃത്യമായിട്ട് പണി വയ്ക്കുക, അവരങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ടീമാണ്. അങ്ങനെ അവർക്ക് ഞാൻ അച്ചാറും അച്ചാറും കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കറിയൊന്നും ഉണ്ടായിരുന്നില്ല, അച്ചാർ മാത്രം, ലൂവിക്ക് അച്ചാറും കൂടെ ഡിവൈൻ ഇട്ടത്. അപ്പോൾ എനിക്കും ഡാഡിക്കും കൂടിയിട്ട് ഒരു പൊതിച്ചോറ് വാങ്ങിക്കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ ഞാൻ 2 മുട്ട എടുത്ത് പൊരിച്ചു.
അങ്ങനെ എന്താ പറയുക നല്ല രസത്തിൽ ചോറുണ്ടു. കാരണം അതിലും ശരിക്കും മത്തങ്ങയും പയർ തന്നെയായിരുന്നു ഉപ്പേരി. പിന്നെ നല്ലൊരു എന്തച്ചാറായിരുന്നു, മറ്റേ വടുകപ്പുളി അച്ചാറും നല്ല സാമ്പാറുമായിരുന്നു. അപ്പോൾ അത് കൂട്ടി ഞാനും ഡാഡിയും ചൂട്ടോടെ ആ പൊതിച്ചോറ് ഞങ്ങൾക്ക് 2 പേർക്കും തിന്നിട്ട് അതിലും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ആ ഭാഗം ഉച്ചകാലത്ത് ഊണും അങ്ങനെ കഴിഞ്ഞു. പക്ഷേ പാത്രങ്ങൾ രാവിലെ തൊട്ടുള്ളത് അവിടെ കെടുക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇവിടെ പൂട്ടിയിട്ടേക്കാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ വയറ് കെടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ വലിയ മോട്ടർ കൊണ്ടുവന്നതിൻ്റെ കണക്ഷനാണ്. അപ്പോൾ അത് ഇട്ടിട്ട് ഫുൾ വെള്ളം വറ്റിക്കുക. നമ്മുടെ കിണറ്റിലാണെന്ന് വെച്ചാൽ നിറച്ച് വെള്ളമാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ ഈ സമയം നല്ല എന്താ പറയുക മഴയും പെയ്തു. പിന്നെ വേനൽ അങ്ങനെ അധികം ആയിട്ടില്ലല്ലോ, നല്ല ഉറുണ്ട്. അപ്പോൾ എങ്ങനെ വറ്റിക്കുമ്പോഴും അത് വറ്റുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മൾ വറ്റിക്കൽ നിർത്തി. കാരണം അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഒക്കെ പോയി പുതിയ ഉറു വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി നാളെ വേണം അതിനുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ 2 നമ്മുടെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, പണ്ട് കണ്ടിട്ടുണ്ടാവും, 2 ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു, ടാങ്ക് കോൺക്രീറ്റിൻ്റെ. അത് 2 കുട്ടികളെടുത്ത് ഇപ്പുറത്തേക്ക് എനിക്ക് വെച്ച് തന്നു. അതൊക്കെ ഞാൻ ഭംഗിയിൽ ഒതുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ മഞ്ജുള ചേച്ചി. മഞ്ജുള എന്ന പേര്, ജാൻസി റാണി എന്ന അത്ര മൂപ്പരുടെ പേര്. നല്ല ഒരു ബാംഗ്ലൂർക്കാരിയാണ്. നല്ല എന്താ പറയുക, നല്ല മിടുക്കി എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നോളൂ. കാരണം നമ്മുടെ വീട് ക്ലീനാണ്. കാരണം നിൽക്കണ സമയം കൊണ്ട് തന്നെ നിന്ന് തിരിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയില്ലേ. വന്നത് ഈ ഇങ്ങനെ ഉള്ള പണിക്കാണെങ്കിൽ പോലും ആൾ കണ്ട കാര്യങ്ങളൊക്കെ അപ്പം ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നാളെ വരാൻ പറഞ്ഞിട്ട് മുറ്റത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ച് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുറേ നാളായി ആ ഡീപ്പ് ക്ലീൻ കഴിഞ്ഞെങ്കിലും നമ്മളുടേതായ ഒരു ക്ലീനിങ് റോബോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പറയുക നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ അതേ സമയം 4 മണിയായി. ഞാൻ അവരോട് പറഞ്ഞിട്ട് ആ പ്ലഗ് വലിച്ചിട്ട് ഞാൻ ചായ വെച്ചു. ഡാഡി ചായക്കുള്ള കടി കൊണ്ടുവന്നു. അപ്പോൾ ശരിക്കും വെള്ള കളർ, നമ്മളൊക്കെ മഞ്ഞ കളറിലാണ് പഴം പൊരിക്കുക. അപ്പോൾ ഇത് വെള്ള കളറാണ്. അപ്പോൾ എനിക്ക് ഇതിൽ കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, നമ്മൾ ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയുമെന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഒതുക്കി ഇനി അടുത്ത ഒരു ഒതുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം പറ്റിയത്. അവിടെ പുറത്ത് ബ്ലോക്കായ ടാപ്പിൽ കൂടെ അവർ ഓസ് ഇങ്ങനെ ഇറക്കിയ വലിയ ഓസ് വെള്ളം ഒഴിച്ച വഴിക്ക് കംപ്ലീറ്റ് അകത്തേക്ക് പമ്പ് ചെയ്ത് വന്നു. ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് മുഖത്തും മേത്തൊക്കെ ഒരു തടിപ്പ് വന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് അലർജിയുടെ ഒരു സംഭവമുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ഡിമ്പിളിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഡിമ്പിൾ വേഗം മെഡിസിൻ കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ ഇറങ്ങണ്ട, കുട്ടികൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ അക്കിയുടെ വീട്ടിലേക്ക് എന്നെ വിട്ടു. എല്ലാവരും ഞാനും ഡാഡി മാത്രം മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഡാഡി തന്നെയാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് കളഞ്ഞത്. അപ്പോൾ കുട്ടികൾ പർച്ചേസിങ്ങിന് പോയി വന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേർസ് വരണേന് മുമ്പ് ഓരോന്ന് ഒതുക്കാമെന്ന്. കാരണം എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും അവിടെ ചെയ്യാനില്ല. കാരണം കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തുട്ട് ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പുറത്തത്തെ പണികൾ ചെയ്യണം. പിന്നെ അകത്ത് നമ്മൾ അതൊന്ന് ഓൺ ചെയ്യുക ഇതൊന്ന് ഓഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരാളകത്തുണ്ടാവണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം ഒതുക്കാനായിട്ട് നിന്നു. കാരണം ഈ ക്രിസ്മസിൻ്റെ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ കുറേ വീണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഷ്യൻ കാര്യങ്ങളൊക്കെ മൊത്തം ഇവിടെ പിള്ളേർസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഇപ്പം നിങ്ങളിത് നല്ലോണം ശ്രദ്ധിച്ചോട്ടാ. കാരണം ഇതിൻ്റെ ലാസ്റ്റിൽ ഇതേ സെറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പോയ സാധനങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് വെച്ചു. അപ്പോൾ 5:10, അപ്പോൾ 5:15, 5:30 ആകുമ്പോഴേക്കും വന്നു നമ്മുടെ പട്ടാളങ്ങൾ മൊത്തം. ഞാൻ ശരിക്കും പറഞ്ഞു ഇതൊക്കെ ഹാള് ഫുള്ള് ഒതുക്കി. പിന്നെ ഡിമ്പിളുടെ റൂമും ഞങ്ങളുടെ റൂമും ഒന്നും ഒരു അഴുക്കും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടേക്ക് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഹാളിലേക്കാണ് ഈ മണ്ണൊക്കെ ചവിട്ടി കയറുണ്ടായിരുന്നത്. പിന്നെ കിച്ചണിലാണ് ആ വെള്ളം പോയതും പിന്നെ വെള്ളമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങൾ കാരണം പാത്രങ്ങൾ കിടക്കണതും. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഇട്ട് ഞാൻ ഇവിടെയൊക്കെ ഫുൾ ക്ലീനാക്കി വരുമ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെത്തി. സംഭവം വേറെ ഒന്നുമില്ല, ഡിമ്പിൾ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഡിമ്പിളിന് ഭയങ്കര സങ്കടമായി. മമ്മിയുടെ മേലൊക്കെ തടിച്ചിരിക്കുന്നു, മമ്മി ഇങ്ങനെ വേണ്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് മേത്ത് തടിച്ചു എന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനൊരു സിട്രസനാണ് കഴിച്ചത്.
ആ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാണ്ടുള്ളത് വീർമത് കടിയും ഒക്കെ അപ്പം തന്നെ പോയി. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ പരിചയമില്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് ഈ മറ്റേ ഈ മണ്ണൽ സിമൻറ്റ്. അപ്പം ഞാനാന്ന് വെച്ചാൽ എനിക്കാന്ന് വെച്ചാൽ ഇങ്ങനത്തെ അതിൻ്റെ ഇടയിൽ നടക്കാൻ വലിയ ഇഷ്ടമാണ്. ഓരോ പണികൾ നടക്കുമ്പോഴും ഞാൻ അവിടെ പോയി കുറേ നേരം നിൽക്കും. അപ്പം നമ്മുടെ തോമു കണ്ടു നീങ്ങി നിൽക്കണത്. തോമുവിനെ എന്നെ കണ്ടപ്പോൾ അവൻ്റെ ആകെ കൂടെ ഒരു സംഭ്രമമായി. എൻ്റെ ഫേസിൻ്റെ ചുണ്ടിൻ്റെയും മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ വീർത്തപ്പോൾ കുട്ടി ആകെ പേടിച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്ര നേരത്തെ വന്നേ? എനിക്ക് പറഞ്ഞേ പറ്റില്ല, മമ്മി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ തിരിച്ചാണ്, ഞാൻ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവരില്ലെങ്കിലാണ് എനിക്ക് റെസ്റ്റ്. പക്ഷേ എന്താ പറയുക, കുട്ടികളറിഞ്ഞ് എന്നോടുള്ള ഇഷ്ടത്തിന് ഓടി വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഡിവൈനോട് പറഞ്ഞു പിള്ളേർസിനെയും കൊണ്ട് ഓടിക്കുക. അപ്പോൾ ഡോണിന് പല്ലിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ തോമോനെയും കൊണ്ട് ഡോൺ ആ വഴിക്ക് പോയി. അങ്ങനെ പണിക്കാർ പതുക്കെ പോകേണ്ട സമയമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ്. അതായത് നാളെ തേച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. അവിടുത്തെ ഓസിൻ്റെ മറ്റേ പൈപ്പ് ലൈനിൽ മൊത്തം മറ്റേ ലോഷനും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. കണ്ടോ എൻ്റെ ഫേസ് കണ്ടോ നിങ്ങൾ? ഭയങ്കര ഇതിപ്പോൾ കുറഞ്ഞതാട്ടോ. അപ്പോൾ ഡിംപിൾ പറഞ്ഞിട്ട് എടുത്തതാണ്, ഞാൻ കാണിക്കാൻ വിചാരിച്ചതല്ല. അപ്പോൾ ഡിംപിൾ പറഞ്ഞിട്ട് എടുത്തതാണ്, മമ്മീനെ ഈ രൂപത്തിലും കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിവൈൻ ഞെട്ടിയിട്ട് നിൽക്കുക, ഇങ്ങനെയും മമ്മിക്ക് മുഖം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അലർജി വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്നൊരു വീർമതി ഉണ്ടാവില്ല. അത് എനിക്ക് വന്നത് ചുണ്ടുമ്മയാന്ന് മാത്രം. ചുണ്ടുമ്മയും മൂക്കുമ്മയായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനി നാളെ നിങ്ങൾക്ക് കാണാം, ഇത് ഫുള്ള് മൂടിയിട്ട് കേട്ടോ. കാരണം എല്ലാ പൈപ്പും തുറന്ന് എല്ലാത്തിലും ലോഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഇനി ഒരു 10 കൊല്ലത്തേക്ക് നമുക്കൊന്നും ചെയ്യണ്ട. കാരണം ഇപ്പോൾ നമ്മൾ 10 വർഷമായില്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങളായാലും ഇടയ്ക്ക് ഇതുപോലെ ഓരോ എന്താ പറയുക, പറ്റാവുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് പെയിൻറ്റിങ് ഉണ്ട്. പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഫുൾ പെയിൻറ്റിങ് ഒന്നുമില്ല. കിച്ചണിൽ ഈ കബേർഡിൻ്റെ പിന്നെ നമ്മളുടെ ഇപ്പോൾ ഈ കബേർഡ് തുറന്നിരിക്കണുണ്ടോ കിച്ചണിൽ, അത് അടയണില്ല. കുട്ടികൾ വലിച്ചും അടച്ചും വന്നപ്പോൾ അതിനൊരു എവിടെയോ അതിൻ്റെ റെയിൽ തെറ്റിക്കെടുക്കുക അതുണ്ട്. പിന്നെ ബാക്കിൽ പരിയപ്പുറത്തുള്ള വർക്ക് ഏരിയയിലുള്ള കബേർഡുണ്ട് വാഷ് ബേസിൻ്റെ അടിയിൽ, അത് വിട്ട് കിടക്കുന്നുണ്ട് ചെതല് പിടിച്ചിട്ട്. അപ്പോൾ അതിന് ഷാജു ആശേരി ഈ ആഴ്ച നാളെ വരും. അപ്പോൾ അത് കഴിഞ്ഞ് ആ പണിയുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും വന്ന് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു രാത്രിയിലേക്ക് ഒന്നും ചെയ്യണ്ട. കാരണം വെള്ളം ഞാൻ പറഞ്ഞല്ലോ ഫുൾ വറ്റിച്ചിട്ട്, കാരണം അത്യാവശ്യം വേണ്ട വെള്ളം മാത്രം ബക്കറ്റുകളിലും പാത്രത്തിലും പിടിച്ച് വെച്ചേക്കാം. അപ്പോൾ നാളെ ആ ടാങ്കും കൂടി ഒന്ന് അങ്ങോട്ട് വൃത്തിയാക്കി കഴുകി ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രഞ്ച് ഫ്രൈസ്, അതിനാകുമ്പോൾ വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതൊക്കെ റെഡിയാക്കി കൊടുത്ത് വന്ന് ഞാൻ പതുക്കെ. അപ്പോൾ മാച്ച് തുടങ്ങാറായി. അപ്പോൾ ഡാഡിക്ക് 7:30 മാച്ചുള്ള കാരണം അതിന് വന്നിരിക്കണം. അപ്പോൾ പിള്ളേർസൊക്കെ അവരവരുടെ കുട്ടികളെയും കൊണ്ട് ഞാൻ പറഞ്ഞ റൂമുകളിലേക്ക് പൊക്കോ, കാരണം ഒരു സ്വസ്ഥത തരില്ല അല്ലെങ്കിൽ. അപ്പം എനിക്കും ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. ഈ സിട്രസൻ പതുക്കെ എന്താ പറയുക പ്രവർത്തിച്ചു തുടങ്ങി. നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയാം അലർജിയുടെ ഒരു ഇതല്ലേ. അപ്പോൾ പാച്ചുട്ടൻ്റെ കണ്ണും മൂക്കൊക്കെ എഴുതിയിട്ട് നിൽക്കണതാട്ടോ, ഇങ്ങനെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പട്ടികൾക്കുള്ള പാല്, വെള്ളം, അത് കഴിഞ്ഞ് റൂൾസ്, അത് കഴിഞ്ഞ് ഞാൻ സന്ധ്യ അവിടെ നേരത്തെ പാല് കൊടുത്തയച്ചു ഡാഡിക്ക്. 7:15 ആകുമ്പോഴേക്കും ഞാൻ ഇറച്ചിയും കൂടി കൊടുത്തയച്ചു. നമ്മളിവിടെ രാത്രി കിടക്കണ നേരത്തെ കൊടുക്കുക. പക്ഷെ അവരെ കൊണ്ട് ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒരു കുരയോ ബഹളോ. അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് സിറ്റുവേഷൻ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രശ്നവും കാണിച്ചില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം എനിക്ക് പോലും ആ വീട്ടിലുള്ളവരെ പരിചയമില്ല. കാരണം അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല. അപ്പോൾ ഡാഡി ചെന്ന വഴിക്ക് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെന്താ ഇവിടെ ഇട്ടോന്ന് പറഞ്ഞു. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മളെത്ര എന്താ പറയുക, എത്ര അടുപ്പുള്ളവരായാലും ചില സമയത്ത് സമ്മതിച്ചൊന്നുമല്ല. പക്ഷേ 3 ആളെ അവിടെ കൊണ്ടിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ ആശ്വാസമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പ്രാവശ്യവും നമ്മളെന്താ പറയുക പാൽ കൊടുക്കാനും ഇറച്ചി കൊടുക്കാനും ഒക്കെ അവിടെ ചെന്ന് അവരുടെ അടുത്തേക്ക് പോയി. പിന്നെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ വിഷമമല്ല. അതുകൊണ്ട് തന്നെ 7:15 ആകുമ്പോഴേക്കും എല്ലാം അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞതേ ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഇന്ന് കൊണ്ട്, പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അതൊക്കെയല്ലേ പറ്റുള്ളൂ. മഷ്റൂമും ഗോബി മഞ്ചൂരിയനും പിന്നെ നമ്മുടെ പനീർ മസാല അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ചൊടിയുള്ള ഭക്ഷണമായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ച് പാച്ചുട്ടൻ കുരിശ് വരച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി തുടങ്ങി. പാച്ചുട്ടൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയിലൊരു പൂച്ചുറക്കം ഉറങ്ങിയ കാരണം ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും കുറേ ലേറ്റാവും. എൻ്റെ 10 മണിയാകുമ്പോൾ ഇവർ വിളിച്ചുള്ളൂ. അതുവരെ ഞാൻ ശരിക്കും കിടന്ന് ഉറങ്ങി എന്ന് തന്നെ പറയാം. അങ്ങനെ അപ്പാപ്പനും അമ്മയും മോനും കൂടിയിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ കിടന്ന് ഉറങ്ങുള്ളൂ. ഇനി പാച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതാണ്. ഇനി
അവർ വരില്ല കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങളുള്ള സമയമാണ് എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാനും എടുക്കാനും ഒക്കെയുള്ള സമയം. അങ്ങനെ ഡാഡിയും കിടന്നു. അപ്പോൾ ഞാൻ പതിവ് പോലെ നിങ്ങൾക്കറിയാലോ ഈ സമയമാകുമ്പോൾ ഞാൻ പുറത്ത് വന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോട് വർത്തമാനം പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കയറുന്ന സമയമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ പതിവ് പോലെ ആ സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് മിസ് ചെയ്തവരെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പട്ടീനിയാണോ എന്ന്. പക്ഷേ നിങ്ങൾ എന്നെ ഓർത്താൽ മതി, ഒരാൾ 10 വർഷമായി, ചിന്തു 10 വർഷമായി ഞങ്ങളുടെ കൂടെ, ചോട്ടു 8 വർഷമായി, കിയ ശരിക്ക് 8 വർഷം തന്നെയെന്ന് പറയാം. കാരണം ചിന്തു ആദ്യത്തെ പ്രസവത്തിലുള്ളതാണ് ചോട്ടു, കിയ, അത് കഴിഞ്ഞിട്ടാണ് ചോട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും 8 വർഷമൊക്കെ നമ്മളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന 3 പേര് ഒരുമിച്ച് ഒരു ദിവസം ഇല്ലാണ്ടാകുമ്പോൾ വരുന്ന ഒരു മിസ്സിങ് ഉണ്ടല്ലോ. പക്ഷേ ഞാൻ അവിടെ പോയി, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മക്കളെ അവിടെ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഞാനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞാൽ അവർക്ക് അതൊരു സുഖമുള്ളൂ, ഒരു പൂർണ്ണതയുള്ളൂ. അപ്പോൾ ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോരുമ്പോഴാണ് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്യാറ്. നിങ്ങളെന്നും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം രാത്രിയിൽ ഞാൻ അവരുടെ അടുത്ത് പോയിട്ടാണ് വരാമെന്ന്. അപ്പോൾ ഇന്ന് എനിക്കത് വല്ലാണ്ട് മിസ് ചെയ്തു. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ കൺവെട്ടം തന്നെയുണ്ടല്ലോ, ഞാൻ മുറ്റത്തിറങ്ങി നിന്ന് ചിന്തു, ചോട്ടു, കിയ, ചത്തുപോയെങ്കിലും മരിച്ചു എന്ന് പറയില്ലല്ലോ, ചത്തുപോയെങ്കിലും ഇന്നും ഞാൻ ആ 4 പേരെ ഒന്നിച്ചാണ് ഇപ്പോഴും വിളിക്കുക. ഞാൻ ആ ഒരു പേര് വെട്ടിയിട്ടില്ല. അപ്പോൾ ചിന്തു, ചോട്ടു, കിയ, ഗുഡ് നൈറ്റ്, മമ്മി കിടന്നുറങ്ങാൻ പോകണം, നല്ല കുട്ടികളായിക്കോളൂ, ഇത്രയും പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. അതിന്നും ഞാൻ പറഞ്ഞത് അകത്തേക്ക് കയറി. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ സെറ്റ് നോക്കിക്കോളൂന്ന്. നോക്കിയേ ഞാൻ എങ്ങനെ ഒതുക്കിയിട്ട സെറ്റിയാന്ന്. ഇപ്പോൾ ഈ കോലാണ്. പക്ഷെ സാരമില്ല, നമ്മൾ ഒതുക്കണത് എന്തിനാണ്, ഇവർ വലിച്ചിട്ടാലല്ലേ നമുക്ക് ഒതുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ രൂപം പഴയ രൂപത്തിലേക്ക് ആയിട്ടോ. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉഷാറായിട്ടിരിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നാളെ ഇതിനേക്കാളും ബഹളമുള്ള ഒരു ദിവസമായിരിക്കും. കാരണം കുറേ കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ ആ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.